ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസ് ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി പോലെ ഒരു റൈസാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതുണ്ടാക്കാനായി ഒരു പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും 3 ഗ്രാമ്പൂവും 3 ഏലക്കയും ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂണോളം പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ച ശേഷം റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകാതെ നന്നായി റോസ്റ്റായി കിട്ടും. ഇതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് സവാളയുടെ 1/4 ഭാഗമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു ഉരുളക്കിഴങ്ങ് തൊലി മാറ്റി ചെറുതായി മുറിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വലിയൊരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിന് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെജിറ്റബിളിലുള്ള വെള്ളം ഇറങ്ങി ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പോളം ഫ്രോസൺ പീസ് ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും മൂത്ത് പോകാത്ത പീസാണ്. ഇതധികം വേകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിനോടൊപ്പം ഇനി ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം അല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. മുളക് പൊടി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ചെറിയ എരിവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനെ നന്നായി മിക്സ് ചെയ്ത ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറിൽ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഇത്രയും ഉപ്പ് മതിയാവും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പ് നോക്കണം. അതിനുശേഷം വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ബസ്മതി റൈസ് വേവിച്ച ചോറാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് 4 പേർക്ക് കഴിക്കാൻ ഈ അളവിൽ തയ്യാറാക്കിയാൽ മതിയാവും. ബസ്മതി റൈസ് വേവിക്കുമ്പോൾ നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്ത ശേഷം ഉപ്പിട്ട് വേവിക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചോറ് നന്നായി തണുത്ത ശേഷമാണ് ചേർക്കേണ്ടത്. ചോറിന് ചൂടുണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചോറ് നേരത്തെ തയ്യാറാക്കി വെക്കണം. ഇനി അല്പം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത ശേഷം അടച്ചു വെച്ച് 1 മിനിറ്റോളം ചെറിയ തീയിൽ വേവിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വരും. നല്ല മണവും ഉണ്ടായിരിക്കും. ഇനി ഇതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം ചൂടോടെ തന്നെ വിളമ്പാം. ഇത് കഴിക്കാൻ സാലഡോ അച്ചാറോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഹെൽത്തിയുമാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.